So guys, welcome to the Cinema Maniac and ഇന്ന് പറയാൻ പോകുന്നത് മലയാളി ഫ്രം ഇന്ത്യയെ പറ്റി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഡയറക്റ്റഡ് ബൈ ഡിജോ ജോസ് ആന്റണി. അപ്പം എന്താണ് ഒരു ഡിജോ ജോസ് ആന്റണി പടത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുക? രാഷ്ട്രീയം, അതായത് വ്യക്തമായ ആൾക്ക് പറയാനുള്ള പൊളിറ്റിക്സ് ആൾ കൃത്യമായും വ്യക്തമായും പറയും. അതിപ്പം പുള്ളിക്കാരന്റെ ഇതിന് മുമ്പുള്ള സിനിമകൾ, ഇപ്പം ക്വീൻ ആയാലും അല്ലെങ്കിൽ ജനഗണമനയിലായാലും ഒക്കെ ആൾക്ക് പറയാനുള്ള ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നതുണ്ട്. അത് ആള് വ്യക്തവും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളി ഫ്രം ഇന്ത്യയിൽ ആൾക്ക് പറയാനുള്ള പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വ്യക്തവും കൃത്യമായിട്ട് ആള് പറഞ്ഞിട്ടുണ്ട്. ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ക്രിറ്റിസിസം ആണത്. BJP മുതൽ ഈ നാട്ടിലെ സകല രാഷ്ട്രീയ പാർട്ടികൾ എടുത്തു കൊടുക്കുന്നുണ്ട്. അത് BJPയുടെ GDP വിലക്കയറ്റം മുതൽ എല്ലാ അവരുടെ ജനവിരുദ്ധ സംഭവങ്ങള്, അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ക്രിറ്റിസിസം ആണ് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പം. അതിന്റെ ഒപ്പം ആ ഒരു ക്രിഞ്ച്, അതായത് അനശ്വര രാജൻ, നിവിൻ പോളി, ആ ഒരു ക്രിഞ്ച് എലമെന്റും എന്നെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് വന്നിട്ടുണ്ട്. അതെനിക്കൊരു ടെൻഷൻ ആയിരുന്നു കഴിഞ്ഞ പോകുന്നുള്ളൂ, പക്ഷെ അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് അത് അങ്ങനെ നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസൻ ഇവര് BJP അനുഭാവികളാണ്. അപ്പൊ സുരേന്ദ്രജിയുടെ ഡയലോഗുകൾ 30 വോട്ട് കിട്ടിയാൽ കേരളം ഭരിക്കും എന്നുള്ള ഡയലോഗ് നിവിൻ പോളി തന്നെ ഈ സിനിമയിൽ പറയുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് അങ്ങനെ അങ്ങ് പോയി. ഞാൻ പറഞ്ഞില്ല, ആ പൊളിറ്റിക്കൽ സെറ്റയറും ക്രിറ്റിസിസവും ആ ക്രിഞ്ച് എലമെന്റും നല്ല രീതിയിൽ ലൈക്ക് ബ്ലെൻഡ് ചെയ്ത് എന്നെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടുണ്ട്. പിന്നെ ധ്യാൻ ശ്രീനിവാസന്റെ ഒരു പ്രവൃത്തി മൂലം നിവിൻ പോളി നാട് വിടേണ്ടി വരികയാണ്, ഗൾഫ്. പിന്നെ അങ്ങോട്ട് ആടുജീവിതം വിത്ത് കോമഡി. കോമഡി എലമെന്റ് ഇതില് ആവേശം പോലെ ത്രൂ ഔട്ട് ഉണ്ടെന്ന് ഞാൻ പറയില്ല. ഫസ്റ്റ് ഹാഫിൽ കുറച്ച്, സെക്കൻഡ് ഹാഫിൽ ഒരു സീനിൽ എനിക്ക് ആ കോമഡി എലമെന്റ്, കോമിക് എലമെന്റ് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയോന്നാണ് എനിക്ക് തോന്നിയത്. സെക്കൻഡ് ഹാഫിൽ ഒരു സീനിൽ അങ്ങനെയാണ്. അല്ലാണ്ട് ത്രൂ ഔട്ട് ഇപ്പം എന്താ പറയാ ആവേശത്തിലുള്ളോണോ ഒന്നും അങ്ങനെ ഒരു ത്രൂ ഔട്ട് ഒരു കോമഡി എലമെന്റ് എന്ന് പറയുന്നതില്ല ഇതില്. അങ്ങനെയാണ്. പിന്നെ സെക്കൻഡ് ഹാഫ് ഞാൻ പറഞ്ഞല്ലോ, സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോൾ പിന്നെ ഒരു ആടുജീവിതത്തിൽ കുറച്ച് കോമഡി മിക്സ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും, അതാണ് സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ടൈപ്പ് ടേക്കാണ് സെക്കൻഡ് ഹാഫിൽ വരുന്നത്. നിവിൻ പോളി ഒരു ഗൾഫിലൊരു മസറ, ഒരു ഫാർം ടൈപ്പ് ഒരു സ്ഥലത്ത് എത്തുവാണ്. അവിടെ ഒരു പാകിസ്ഥാനി ക്യാരക്ടറാണ്. പാകിസ്ഥാനി ആക്ടറാണോ അറബ് ആക്ടറാണോ അറിയില്ല. എനിവേസ് പുള്ളിക്കാരന് നിവിൻ പോളി ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ്. അതായത് ഇയാള് പാകിസ്ഥാനിയാണ്, നിവിൻ പോളി BJP അനുഭാവിയാണ്. അപ്പൊ ക്വൈറ്റ് നാച്ചുറൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ല. ആ ഒരു കോൺഫ്ലിക്റ്റ് ആൻഡ് പിന്നീട് അങ്ങോട്ട് അണ്ടർസ്റ്റാൻഡിങ് ആണ്. അത് ഈ സിനിമ എന്ന് പറയുമ്പോൾ നിവിൻ പോളിയുടെ ക്യാരക്ടറിന്റെ ഒരു ജേർണിയാണ്. അതായത് ആ ഒരു പ്രത്യേകിച്ച് ഉത്തരവാദിത്വ ബോധമൊന്നും ഇല്ലാത്ത ഒരു നാടൻ പയ്യനിൽ നിന്ന് ലൈക്ക് അങ്ങനെ ഒരു ചെറുപ്പക്കാരനിൽ നിന്ന് ആ ഒരു ലൈക്ക് തിരിച്ചറിവും കാര്യങ്ങളും ഒക്കെ സെക്കൻഡ് ഹാഫിൽ തിരിച്ചറിവുകൾ ഉണ്ടാവുന്നു, റിയലൈസേഷൻസ് ആണ് പിന്നീട് അങ്ങോട്ട് സെക്കൻഡ് ഹാഫിൽ. ഈ പറഞ്ഞ മതം പൊളിറ്റിക്സിന് വേണ്ടി ഉപയോഗിക്കണതിലൊന്നും ഒരു കാര്യമില്ല. ആ സംഭവം പാകിസ്ഥാനിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഉണ്ടാവും. ഇതില് ഞാൻ പറഞ്ഞല്ലോ, പൊളിറ്റിക്കൽ സംഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ക്രിറ്റിസിസം, മറ്റേ പാകിസ്ഥാനിന്ന് വിട്ട് പൊക്കോന്ന് പറയുന്ന ഡയലോഗുകളൊക്കെ അങ്ങനെ ഒരു റിയലൈസേഷൻ ആണ്. ഇതൊരു ജേർണിയാണ്. നിവിൻ പോളി ഈ പാകിസ്ഥാനിയുടെ മകളെ കാണാൻ പോണ ഒരു ജേർണിയിലൂടെയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. അതായത് കോവിഡ് പശ്ചാത്തലത്തിലാണ് നടക്കണേ. അതുകൊണ്ട് തന്നെ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ ഒരു ഇലക്ഷന്റെ ടൈമാണ്, ബാക്ക്ഗ്രൗണ്ടാണ് ഇതിന്റെ ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്. സുരേന്ദ്രജിയുടെ ഡയലോഗ് അതോണം കോവിഡിന്റെ ഒരു പശ്ചാത്തലത്തിലാണ്. അപ്പം അറിയാലോ പാകിസ്ഥാനിക്ക് എന്താ സംഭവിച്ചിട്ടുണ്ടാവുകയെന്നുള്ളത്. പിന്നെ മോളെ കാണാൻ പോണു. പിന്നെ അവസാനം ക്ലൈമാക്സിൽ മലാല യൂസഫ്സാനി നടത്തുന്ന ഒരു സ്പീച്ച് അത് ഈ പാകിസ്ഥാനിയുടെ മോള് നടത്തുന്നതായിട്ട്, അതൊക്കെ എനിക്ക് പേഴ്സണലി ഈ സംഭവങ്ങളൊക്കെ ഈ സിനിമയിൽ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്റെ അഭിപ്രായമാണ് പറയണേ, അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അത് ആ യാത്ര, ആ തിരിച്ചറിവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പെർഫോമൻസ് ആയാലും ആരും അങ്ങനെ മോശമാക്കിയെന്ന് പറയാനില്ല. അപ്പം എന്താ പറയാ, മഞ്ജു പിള്ളി ആയാലും നിവിൻ പോളി ആയാലും ഷൈനൊക്കെ കലക്കിയിട്ടുണ്ടാവും ഒരു സീനില്. ധ്യാനായാലും അനശ്വര രാജൻ, സലീം കുമാർ ഒക്കെ എല്ലാവരും. പിന്നെ ഇതില് ചീറ്റിംഗ് സ്റ്റാർ വരുന്നുണ്ട്, വിജയ് കുമാർ. അത് ആള് തന്നെ ഒരു സീനിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ചീത്തപ്പേരുണ്ടെന്നുള്ളത്. ആള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെ ഡയറക്ടർ കൊണ്ടുവരുന്ന ചില കാര്യങ്ങളാണ്. ഫസ്റ്റ് ഹാഫിൽ ഒരു എലിയുടെ ജേർണിയിലൂടെയാണ് നിവിൻ പോളിയുടെ ഒരു ജേർണി കാണിക്കുന്നത്. അതൊക്കെ എനിക്ക് നല്ല രീതിയിൽ എനിക്ക് പേഴ്സണലി കണക്ട് ചെയ്യാൻ പറ്റി, വർക്കൗട്ടായി. പിന്നെ അതോളം തന്നെ എന്താ പറയാ, ഫസ്റ്റ് ഹാഫിൽ തന്നെ, അതായത് ഞാൻ പറഞ്ഞല്ലോ, ധ്യാൻ ശ്രീനിവാസന്റെ ഒരു പ്രവൃത്തി മൂലമാണ് നിവിൻ പോളിക്ക് നാട് വിടേണ്ടി വരുന്നത്. അത് നടക്കുന്ന സ്ഥലത്തിന്റെ പേര് മൈത്രി എന്നാണ്. ആ ഒരു കോളനി, ആ ഒരു സ്ഥലത്തിന്റെ മതമൈത്രി
പക്ഷെ അവിടെ സംഭവിക്കുന്ന അവിടെ മതമൈത്രി എന്ന് പറയുന്ന കാര്യേ ഇല്ല. അങ്ങനെ ഡയറക്ടർ കൊണ്ടുവരുന്ന ചില എന്താ പറയാ സംഭവങ്ങളുണ്ട്. അതൊക്കെ എനിക്ക് നല്ല രീതിയിൽ വർക്കൗട്ടായി. അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് വന്നൊരു മൂവി ആയിട്ടാണ് എനിക്ക് മലയാളി ഫ്രം ഇന്ത്യ അനുഭവപ്പെട്ടത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് അനുഭവപ്പെട്ടതെന്നുള്ളത് കമന്റ് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് താങ്ക് യു.